2 ദിവസമായിട്ട് നല്ല കുറ്റബോധം ഉള്ളിലുണ്ട് കേട്ടോ. കുക്കിംഗ് ചാനലാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതന്നെ. പതിയെ എവിടെയോ വെച്ചിട്ട് അത് വ്ളോഗ്സായി മാറി. അപ്പോൾ അതിന് പരിഹാരമായിട്ട് ഞാൻ ഇന്നെന്താ ചെയ്യുന്നത്, നല്ല അടിപൊളി മിഠായി ഉണ്ടാക്കാന്ന് കരുതേ. ആ വിഷമം അങ്ങോട്ട് തീരട്ടെ. 1 കപ്പ് പഞ്ചസാര കാരമൽ ചെയ്തെടുക്കുക. കാരമൽ ചെയ്യുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കാൻ മറക്കരുത് കേട്ടോ. ഇനി ഒരു 2 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അതിന് ശേഷം 1 കപ്പ് പാൽ ഒഴിക്കട്ടോ. നേരെ പാൽ ഒഴിച്ചാൽ ചിലപ്പോൾ പാല് പിരിയാൻ സാധ്യത ഉണ്ട്. അതാണ് ആദ്യം വെള്ളം ഒഴിച്ചത്. പാലൊന്ന് തിളച്ച് വരുമ്പോൾ 1 സ്പൂണോളം നെയ്യും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കാം. ആ മിക്സ് ആയതിനു ശേഷം വീണ്ടും 1 കപ്പ് പാലും കൂടി ചേർത്തിട്ട് 2 സ്പൂൺ പഞ്ചസാരയും മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇനി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരുമ്പോൾ 1/2 കപ്പോളം റവ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കട്ടൊത്താതെ നോക്കണേ. അങ്ങനെ ഇളക്കി അവസാനം വെള്ളം വറ്റി പരുവാകും. ഈ പരുവം പോരട്ടോ, ഒന്നും കൂടി ഇളക്കി കൊടുത്ത് നമുക്ക് പാനിൽ നിന്ന് വിട്ട് കിട്ടുന്ന ഒരു പരുവാവില്ല. ദാ ഈ ഒരു പരുവാകുമ്പോൾ ഫ്ലെയിം പതുക്കെ ഓഫ് ചെയ്യാം. ഇനി നല്ലപോലെ ഒന്ന് ചൂടാറിയിട്ട് കയ്യിൽ കുറച്ച് നെയ്യ് തടവിന് ശേഷം ഇതേപോലെ ഒന്ന് ചപ്പാത്തി കുഴക്കുമ്പോൾ ഒന്ന് കുഴച്ചെടുക്കാം. അതുപോലെ മസിലൊടിച്ച് കുഴക്കുന്നുണ്ട് കേട്ടോ, ജസ്റ്റ് ഒക്കെപ്പാടെ ഒന്ന് കൂട്ടിച്ചേർത്താൽ മതി. ഇനി നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓരോ ഷേപ്പിലാക്കി എടുക്കാം. എനിക്കറിയുന്ന ആകെ ഒരു ഷേപ്പ് ഈ ഒരു ഷേപ്പാണ്. അപ്പം ഞാൻ തൽക്കാലം ഈ ഒരു ഷേപ്പിൽ പിടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി നല്ല അടിപൊളി മിഠായി റെഡി. ഇതിനിപ്പോൾ പേരിപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇടാം. അപ്പോൾ എൻ്റെ ഉള്ളത്തെ വിഷമം മാറാൻ ഇതിനി കഴിക്കും കൂടിയും ചെയ്താലേ ഇപ്പോൾ ആ വിഷമം തീരുള്ളൂ. കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നുണ്ടാക്കി നോക്കുക. അപ്പോൾ ഓക്കെ ബൈ.